ഗുഡ് മോർണിംഗ്. റീനാസ് എവർഗ്രീൻ ഗാർഡൻ. ഇനി നമുക്ക് ഈ കാലഘട്ടം, ഇനി ഒക്ടോബർ മാസം കഴിഞ്ഞാൽ നമുക്ക് ചെടിയുടെ ഒരു ബൊഗെയിൻവില്ലയുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ എല്ലാ വീടുകളിലും എല്ലാ പ്ലാന്റ് നഴ്സറികളിലും ബൊഗെയിൻവില്ല നന്നായി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ കഴിഞ്ഞ വർഷം ഹാർഡ് പ്രൂണിങ് ചെയ്ത് കട്ട് ചെയ്ത കൊമ്പുകൾ വെച്ചുണ്ടാക്കിയ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. ബൊഗെയിൻവില്ലയാണ്, പല കളേഴ്സ് ഉണ്ട്. ഇന്ന് എൻ്റെ ബൊഗെയിൻവില്ലകളൊക്കെ ഒന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഈ ഹാർഡ് പ്രൂണിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇത്രയും ചെറുതാക്കി കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇങ്ങനെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തേണ്ടത്. ഈ ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ബൊഗെയിൻവില്ലകളിലേക്ക് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു വളമാണ് DAP അല്ലെങ്കിൽ 17-17, 19-19, 18-18 ഇതിലേതെങ്കിലും ഒരു വളം നമുക്ക് ചെയ്യാം. ഈ വളം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. 1.5 വെള്ളം ഒഴിച്ചാലും മതി. ബൊഗെയിൻവില്ലയ്ക്ക് ഹാർഡായിട്ടുള്ള കൊമ്പുകളായതുകൊണ്ട് ഈ ബൊഗെയിൻവില്ലകളൊക്കെ ഇതേപോലെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തേണ്ട മാസമാണ് ഒക്ടോബർ. ഈ ഒക്ടോബർ മാസം ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്യുമ്പോൾ നന്നായി ഇറക്കി കട്ട് ചെയ്യാനായിട്ട്, നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഇതുപോലെ തണ്ടുകളൊക്കെ കുറ്റി ബുഷായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അത് തളിർത്ത് വരാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഹാർഡ് പ്രൂണിങ് ചെയ്ത കൊമ്പുകൾ ഈ 19-19 ഇട്ട് കൊടുത്താൽ നന്നായി പൊടിച്ചു വരികയും ചെയ്യും. അതിന് നന്നായി നന്നായി പൂക്കൾ ഉണ്ടാകാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ, സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ 1st 2nd വീക്കിൽ നമുക്ക് ഈ ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷം, വളട്ടതിന് ശേഷം എല്ലാം ബാക്കി വന്ന് നമുക്ക് കട്ടിങ്സ് ഇതുപോലെ നമുക്ക് ഈ ഹാർഡ് പ്രൂണിങ് ചെയ്ത ഈ കുഞ്ഞു കൊമ്പുകൾ നമുക്ക് ഇതുപോലെ വെച്ച് വളർത്താവുന്നതാണ്. നമുക്ക് പാക്കറ്റിലാക്കിയിട്ട് ഇത് നല്ല മണ്ണൊക്കെ നിറച്ച് ഇതുപോലെ വെച്ച് ചെയ്യാവുന്നതാണ്. ഇത് പൊടിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും അത് ചട്ടികളിലാക്കിയിട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. ഹാർഡ് പ്രൂണിങ് ചെയ്തതിൻ്റെ ആ കൊമ്പുകളെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ തുമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ, ഏറ്റവും തളിർത്ത ശിഖരങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ തരുന്നതായിരിക്കും. ഞാനതിൻ്റെ കളേഴ്സ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞ് ബാക്കിയുള്ള പീസസ് ഞാൻ വെച്ച് പിടിപ്പിച്ച് പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. ഇത് ചെറിയ പാക്കറ്റിലാക്കി പിടിപ്പിച്ചിട്ടുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.